ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ സ്പൈസി റവ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത ബാറ്ററിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. അതിനായി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ക്യാരറ്റ്, തക്കാളി, ക്യാപ്സിക്കം, പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത്, കറിവേപ്പില, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് ചില്ലി ഫ്ലെക്സ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായി ഇതുപോലൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 20-25 മിനിറ്റ് ഒരാവി പാത്രത്തിൽ വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇനി നമുക്കിത് ഈ ആവിച്ചെമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് 20-25 മിനിറ്റ് ആവി കയറി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മളിത് വേവാൻ വെച്ചിട്ട് 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. നമ്മുടെ സ്പൈസി റവ കേക്ക് നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ആവിച്ചെമ്പിൽ നിന്നും മാറ്റി വെക്കാം. നമുക്കിതിന്റെ സൈഡെല്ലാം ഒന്ന് വിടുവിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സ്വാദുള്ളതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു സ്പൈസി റവ കേക്കാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് കഴിക്കുന്നതിന് മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.